മധ്യ കേരളത്തിലെ എന്നല്ല, ഇന്ന് കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാർഷിക മഹോത്സവം ആണ് എല്ലാ വർഷവും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഈ ചൈതന്യയിൽ ഒരുക്കുക. ആരംഭം മുതൽ തന്നെ ഇതിൻ്റെ സമ്മേളനങ്ങളിൽ, ഇതിൻ്റെ പ്രദർശനങ്ങളിൽ പങ്കെടുക്കുവാനും ഇതിനോട് ബന്ധപ്പെടുവാനും ഒക്കെ എനിക്കിടയായിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി മൈക്കിൾ അച്ഛന് വളരെ തന്മയത്വത്തോടുകൂടി തനതായിട്ടുള്ള ശൈലികൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള കർഷക സുഹൃത്തുക്കൾക്ക് ചൈതന്യവും ആവേശവും പകർന്നുകൊണ്ട് മുമ്പോട്ട് നീങ്ങുകയാണ്. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത മേഖലകളിലേക്കാണ് അച്ഛൻ കടന്നു കയറുക. ശിങ്കാരിമേള, തെങ്ങുകയറ്റം, ഇത് പറയുമ്പോൾ നമുക്ക് തോന്നി ഇതുകൊണ്ട് എന്താ സംഭവിക്കുക. ഇന്നത്തെ വലിയ പ്രശ്നം തൊഴിലില്ലായ്മയല്ല, തൊഴിൽ ചെയ്യാനുള്ള, ഏത് തൊഴിലും ചെയ്യാനുള്ള തൻ്റെ ഇടവും അതിനുള്ള നീക്കവുമാണ്. ഈ വൈമുഖ്യത്തോടുകൂടി നിൽക്കുന്ന ജനതയെ പട്ടിണി കിടന്ന് ചാകാതെ ചുറ്റുപാടുമുള്ള രംഗങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് എവിടെയെല്ലാം നമ്മുടെ ശ്രമം, അധ്വാനം ആവശ്യമുണ്ടോ അവിടേക്ക് തിരിച്ചുവിടാനുള്ള വശ്യമായൊരു കഴിവാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനുള്ളത്. ഒരുപക്ഷെ നമ്മൾ വളരെ പ്രാധാന്യമൊന്നുമില്ലാത്തൊരു കാര്യമായി കരുതുന്ന രംഗങ്ങളിൽ പോലും അച്ഛൻ അതിന് പ്രാധാന്യം കണ്ടുകൊണ്ട് അതിലേക്ക് കടക്കുന്ന വലിയൊരു രംഗം. ഇന്ന് പ്രത്യേകിച്ച് നമുക്കറിയാം, എല്ലാത്തിനും വിലക്കുറവാണ്. റബ്ബറിൻ്റെ വില ഇടിഞ്ഞു. ഒരുപക്ഷെ ഞാൻ പറയും റബ്ബറിന് വില ഇടിഞ്ഞത് നല്ലതാണെന്ന് ഞാൻ പറയും. അതിനുള്ള കാരണം, രാവിലെ 2 മണിക്കൂർ അധ്വാനിച്ചാൽ ആവശ്യത്തിന് മിച്ചത്തിനുള്ള പണം കിട്ടും. പിന്നെ കിടന്നുറങ്ങും. വൈകുന്നേരം ആകുമ്പോൾ കള്ളുഷാപ്പിൽ പോയി കള്ളടിക്കും. ഒരു അധ്വാനവും കഷ്ടപ്പാടുമില്ലാതെ കഴിയുന്ന ഒരു സമൂഹം. ഒരു വെള്ളടി പോലെ റബ്ബറിന്റെ വിലയിടി വന്നിരിക്കുകയാണ്. ഈ വിലയിടിവില് തിരിഞ്ഞൊന്ന് ചിന്തിക്കാനുള്ളൊരവസരം, ഈ റബ്ബറല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുമോ? ഈ റബ്ബറിനോട് ചേർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒരിക്കൽ ഒരു ആർട്ടിക്കിൾ എഴുതി, റബ്ബറിന്റെ വിലയിടിഞ്ഞ് വന്നപ്പോഴേ നിരാശപ്പെടേണ്ട, കാന്താരിക്ക് 1500 രൂപ വിലയുണ്ട് കിലോയ്ക്ക്. പച്ചക്കാന്താരിക്ക്, ഉണക്ക് കാന്താരിക്കല്ല. ഏറ്റവും നന്നായിട്ട് റബ്ബർ തോട്ടത്തിൽ വളരുന്ന ഒരു സാധനമാണ് കാന്താരി. എന്തുകൊണ്ട് കാന്താരി നട്ടുകൂടാ? കുറുന്തോട്ടി ഭയങ്കര വിലയാണ്. പലപ്പോഴും കുറുന്തോട്ടിയൊന്നുമല്ല, എന്തെങ്കിലും ചെടിയുടെ വേരെടുത്തുകൊണ്ടാണ് കുറുന്തോട്ടിയാണെന്നും പറഞ്ഞിട്ട് വാദത്തിന് വേണ്ടി ആയുർവേദ വൈദ്യന്മാരും കഷായങ്ങളും ലേഹ്യങ്ങളും അതുപോലെ തന്നെ എണ്ണയൊക്കെ ഉണ്ടാക്കുക. ഒരു പ്രയാസമില്ലാതെ ഉണ്ടാകുന്ന സാധനമാണ് ഈ പറയുന്ന കുറുന്തോട്ടി എന്ന് പറയുന്ന സാധനം. ഞാനീ പറഞ്ഞു വന്നത്, മറ്റൊരു രീതിയിലേക്ക് ചിന്ത തിരിക്കേണ്ടത് ആവശ്യമുണ്ട്. മോണോക്രോപ്പ് എന്ന് പറയുന്ന സംഗതി ഒരുപക്ഷെ വളരെ അപകടമാണ്. ഡൈവേഴ്സിറ്റിയാണ് പ്രകൃതി എപ്പോഴും നൽകുന്നത്. പ്രകൃതിയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ട്. അതിലൊന്നായിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരിയേറെ കുറവുകൾ ആവാസ നികേതത്തിൽ ഉണ്ടാവുകയാണ്. ഈ ആവാസ നികേതത്തിലെ കുറവുകൾ മുഴുവനും പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും സുഭിക്ഷമായ രീതിയിൽ ഉണ്ടാവണമെന്നൊരു എല്ലാ ജൈവ സമ്പത്തോടെ ഉണ്ടാവണം. ഈ ജൈവ സമ്പത്തുകൾ വളർത്തിയെടുക്കാനായിട്ടുള്ള വലിയ ചുമതല നമുക്കുണ്ട്. ഹൈറേഞ്ചിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ സംസാരിച്ചപ്പോൾ അവിടുത്തെ കർഷക സുഹൃത്തുക്കൾ പറഞ്ഞു, പിതാവേ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അവിടെ താഴ്ന്ന പ്രദേശങ്ങളിൽ റബ്ബറുണ്ടായ വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാൻ പറയും, നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ ഏലം കുഴിച്ചു വെച്ചുകൂടാ? അവർ പറഞ്ഞു, ഏലം കുഴിച്ചു വെച്ചാൽ ഉണ്ടാവത്തില്ല, നിങ്ങളൊന്ന് പരീക്ഷിക്കേ. അപ്പോഴൊരു സുഹൃത്ത്, കർഷക സുഹൃത്തിനോട് പറഞ്ഞു, പിതാവെ ഞാൻ പരീക്ഷിച്ചു, എനിക്ക് 100% വിളവ് കിട്ടിയില്ലെങ്കിൽ 40% വിളവ് കിട്ടി. കാരണം റബ്ബർ ഒരു തണൽ മരമാണ്. 40% വരുമാനം ഉണ്ടാകുമല്ലോ ആ വീടിന്. അപ്പോഴൊരു കർഷക സുഹൃത്തിനോട് പറഞ്ഞു, പിതാവേ
കുരുമുളക് ഇതിൻ്റെ ചുവട്ടിൽ ഒത്തിരിയേറെ തണലായതുകൊണ്ട് വളരാൻ പ്രയാസമാണ്. പക്ഷെ ഞാനൊരു വിദ്യ കണ്ടുപിടിച്ചു. കുറച്ച് ശിഖരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു, കുറച്ചങ്ങോട്ട് മാറ്റി ഒരു കമ്പ് റബ്ബർ മരത്തിലേക്ക് പിടിപ്പിച്ചിട്ട് ഞാൻ കുരുമുളക് അവിടെ കയറ്റി തുടങ്ങി. ആ കുരുമുളക് കായ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് മറ്റു രീതികളിലേക്ക് നമ്മൾ കിടക്കുക. ഈ കർഷകമേള വിവിധങ്ങളായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ലഭിക്കുവാനും വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ഇവിടെ വന്നുകൂടുന്ന കർഷക സുഹൃത്തുക്കളുമായിട്ട് ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ ശ്രീനിവാസന് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ കീടനാശിനികൾ ഉപയോഗിക്കാതെ കൃഷി ചെയ്യാനായിട്ട് കഴിയുക? അപ്പം ഞാൻ പറഞ്ഞു, പ്രകൃതിയിൽ നമ്മളെ സഹായിക്കുന്ന കീടങ്ങളുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്ന കീടങ്ങളുണ്ട്. അതിൻ്റെ ഒരു സമനില സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രശ്നം. എലി ധാരാളം വളരുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ പാമ്പിനെ എല്ലാം തല്ലിക്കൊല്ലുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പാമ്പിനെ വളർത്തണമെന്നല്ല ഞാൻ പറയുക, പാമ്പും ആവശ്യമാണ്. കേഴയാണ്, അത് പെരുകാതിരിക്കാൻ വേണ്ടിയാണ് പുലിയെ ദൈവം ഈ കാട്ടിൽ വളർത്തുന്നത്. ഇതിനെല്ലാം ഒരു സമനിലയുണ്ട്. കർഷകർ ഒരു നിരീക്ഷകനാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഞാൻ പറയും കർഷകനാണെന്ന് പറയും. അങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കി പ്രകൃതിയിലേക്ക് തന്നെ കണ്ണോടിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴേ ഒന്നിനും നമുക്ക് പ്രതിസന്ധി ഉണ്ടാവില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനെ ഈ വലിയ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങേയറ്റം താല്പര്യം കാണിച്ചുകൊണ്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുവരുന്നു. ഒരു വ്യക്തിയെയും വെറുതെ അലസമായിട്ട് ഇരുത്തരുത്. അങ്ങനെ അലസമായിട്ട് ഇരുത്തിയാൽ പിശാചിനെ പഴിപ്പരിയായിട്ട് അവൻ മാറും. ഈ രാജ്യത്തിന് തന്നെ അവനൊരു പ്രതിസന്ധിയായിത്തീരും. ഈ രാജ്യത്തിന് അവൻ തീർച്ചയായും വലിയ ഗുരുതരമായിട്ട് അവസ്ഥ സൃഷ്ടിക്കും. തീർച്ചയായും ഈ സോഷ്യൽ സർവീസ് സൊസൈറ്റി, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ചൈതന്യ കാർഷിക മേളയിലൂടെയും സ്വാശ്രയ സംഘ മഹോത്സവത്തിലൂടെയും വലിയൊരു പാഠമാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുക. ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു.